ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന അല്ലെങ്കിൽ ലഭ്യത കുറയുന്ന ഊർജ്ജ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദേ ആർ കോൾഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയും. പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നു. കൽക്കരി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി റിസോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ പെട്രോളിയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിനറൽ ഓയിൽ എന്ന് പറയും. മിനറൽ ഓയിൽ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹായ്, എല്ലാവർക്കും സഹാരി PSCയിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷസ് ചാലിത്ര. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിന്യൂവബിൾ സോഴ്സസിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചു വന്നതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകളാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടുന്ന് വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്കാണ് ആദ്യം ഒന്ന് പോകുന്നത്. ചോദ്യങ്ങളൊക്കെ ഒന്ന്, അല്ലെങ്കിൽ എത്രത്തോളം ചോദ്യങ്ങൾ ഇവിടുന്ന് വരും, അതിൻ്റെ പ്രാധാന്യമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ടോപ്പിക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2022 നടന്നൊരു എക്സാമിൽ വന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി എന്നറിയപ്പെടുന്നത് ബയോഗ്യാസ്, ന്യൂക്ലിയർ എനർജി, സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? അടുത്തത്: ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം അറിയപ്പെടുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഗാൽവനിക് സെൽ, ഫ്യൂവൽ സെൽ, വോൾട്ടായിക് സെൽ, വൈദ്യുത രാസ സെൽ, ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. 2022 ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. സെയിം പാറ്റേൺ, സെയിം ക്വസ്റ്റ്യൻ, ഓപ്ഷൻസ് ഡിഫറെൻറ്റ്. ഇത് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം എന്ന് പറഞ്ഞ് ഓപ്ഷൻസ് മാത്രം മാറും. ഓപ്ഷൻസിൽ മാത്രം മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ട് തരും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും ഈ പറഞ്ഞിരിക്കുന്ന തന്നെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ചോദ്യമാണ്. അതിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട, പുനഃസ്ഥാപിക്കുവാൻ സാധിക്കാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അവയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഉപയോഗിക്കുമ്പോൾ ദ റിസോഴ്സസ് ദാറ്റ് ആർ എക്സോസ്റ്റഡ് വിത്ത് ദ യൂസ്. അപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് തീർന്നു പോകുന്ന ഊർജ്ജ രൂപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിങ്ങൾ നോക്കിയേ, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന അല്ലെങ്കിൽ ലഭ്യത കുറയുന്ന ഊർജ്ജ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദേ ആർ കോൾഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയും. പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയും. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിന്യൂവബിളിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിന് എക്സാമ്പിളാണ് ഫോസൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോസൽ ഫ്യൂവൽസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ഫോസൽ ഫ്യൂവൽസ് രൂപം കൊള്ളുന്നതെന്ന് പറയുന്നത് ഈ സസ്യജന്തുജാലങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ അകപ്പെട്ട് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് അവയുടെ താപനിലയിലും മർദ്ദത്തിലും ഉണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ അഥവാ ഫോസിൽ ഫ്യൂവൽസ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഫോസിൽസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജനറൽ സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയും. കാർബൺ ഡേറ്റിംഗ്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. കാർബൺ ഡേറ്റിംഗ്. ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് വിവിധ തരമുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത്? ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഫോസിൽ ഫ്യൂവൽസ് ഇൻക്ലൂഡ്, ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കോളുണ്ട്, കൽക്കരിയുണ്ട്, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അത് തന്നെ പല ഘട്ടങ്ങൾ അല്ലെങ്കിൽ പല വിവിധ പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് അതിനെ പറയാൻ സാധിക്കും. പെട്രോളിയം ഉണ്ട്, നാച്ചുറൽ ഗ്യാസ്, LPG, ഇതൊക്കെ എന്താണ് ഇത്? അല്ലെങ്കിൽ പെട്രോളിയത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് LPG എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും, ഫോസൽ ഫ്യൂവൽസ് ഇൻക്ലൂഡ് കോൾ,
പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, LPG എക്സെട്ര. അപ്പോൾ അത് അവിടുന്ന് പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതിന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇനി ഫോസിൽ ഇന്ധനങ്ങൾ രൂപം കൊള്ളുന്ന എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് വെർ ബറീഡ് അണ്ടർ ദ ഗ്രൗണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ വേ ട്രാൻസ്ഫോംഡ് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അല്ലെങ്കിൽ വിച്ച് ഫോംസ് എന്താണ് ഫോസൽ ഫ്യൂവൽ. അപ്പം ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ മണ്ണിനടിയിൽ അകപ്പെട്ട് പോയിരിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളുമൊക്കെ കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ അവയ്ക്ക് ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്ന ഇന്ധനമാണെന്ന് പറയുന്നത് ഫോസൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഫോസൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോസൽ ഫ്യൂവൽസിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു എനർജി ഫോസൽ ഫ്യൂവൽസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഈ കൽക്കരി ആണെങ്കിലും പെട്രോളിയം പ്രോഡക്ട്സ് ആണെങ്കിലും ഒക്കെ ഇതെല്ലാം എന്തിന് കാരണമാകാറുണ്ട്? പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്, അല്ലെങ്കിൽ മലിനീകരണത്തിന് കാരണമാകാറുണ്ട്. അല്ലെങ്കിൽ ആ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവയെ എന്താണ് ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ എനർജി സോഴ്സസ് ദാറ്റ് കോസ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ആഗോള താപനത്തിനൊക്കെ എന്ത് കാരണമാകുന്നുണ്ട്? ആഗോള താപനത്തിനൊക്കെ കാരണമാകുന്നത്, അപ്പം ആഗോള താപനത്തിനൊക്കെ പ്രധാനമായിട്ടും കാരണമാകുന്നത് എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനത്തിന്റെ ഫലമായിട്ട് ആഗോള താപനവും അതുപോലെ തന്നെ പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുപോലെ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പല ഗ്യാസുകൾ, അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഗ്യാസുകളൊക്കെ ആസിഡ് മഴ, അമ്ല മഴയ്ക്കുമൊക്കെ എന്താകാറുണ്ട്? കാരണമായി മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കിയേ, ഫോസൽ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞാണ് പെട്രോളിയം, കോൾ, ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ എന്താണ് ഫോസൽ കേസ് നമുക്ക് ഫ്യൂൾസ് ആയിട്ട് പറയാവുന്നതാണ്. അടുത്ത കോളിലേക്കാണ് നമ്മൾ വരുന്നത്. കോളിലേക്ക് വരുമ്പോഴത്തേക്ക് കൽക്കരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളമായി അല്ലെങ്കിൽ മോസ്റ്റ് അബണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ ആണ് ആരെന്ന് പറയുന്നത്? കൽക്കരി അഥവാ കോൾ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് അബണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ ഈസ് ഏതാണ്? കോളാണ് അഥവാ കൽക്കരിയാണ്. കൽക്കരി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്, കൽക്കരിയുടെ ഒരു വിശേഷണമാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ഡയമണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത്, ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്നത് കോളാണ്. ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്ന ആരാണ്? കോളാണ്. പിന്നെ കൽക്കരിയെ കുറിച്ച് പറയുമ്പോൾ കൽക്കരിയുടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്, മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്ന ആരാണ്? കാർബൺ ആണ് കേട്ടോ. കൽക്കരിയുടെ പ്രധാന ഘടകം എന്ന് പറയുന്ന ആരാണ്? കാർബൺ ആണ് കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. മെയിൻ കമ്പോണന്റ് ഓഫ് കോൾ ഈസ് കാർബൺ. കാർബൺ. ഓർത്തിരിക്കുക, കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരിയാണ്. കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ആരാണ്? കൽക്കരിയാണ്. അതുപോലെ കൽക്കരിയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആരാണ്? കാർബൺ ആണ് കൽക്കരിയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പം കോൾ എന്ന് പറയുന്ന കൽക്കരി രൂപം കൊള്ളുന്ന പറയുന്നത് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, സസ്യാവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട് കംപ്രസ് ചെയ്യപ്പെടുന്ന, കംപ്രഷന്റെ ഫലമായിട്ട് ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് എന്ത് രൂപപ്പെട്ടു വരുന്നത്? കൽക്കരി രൂപപ്പെടുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കംപ്രഷന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന മർദ്ദത്തിനുണ്ടാകുന്ന വ്യതിയാനം, താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, ഇതെല്ലാം കൽക്കരിയുടെ ഗുണമേന്മയെ അല്ലെങ്കിൽ കൽക്കരിയുടെ ഗുണനിലവാരത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ കൽക്കരിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കൽക്കരി തന്നെ പല ഗ്രേഡായിട്ട്, പല വെറൈറ്റി ആയിട്ട് നമുക്ക് പല ഗ്രേഡ് കോൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് കംപ്രഷനെ ബേസ് ചെയ്തുകൊണ്ടും എന്തുമാത്രം ടൈം ഓഫ് ബറയലിനെ ബേസ് ചെയ്തുകൊണ്ടും അങ്ങനെ ആ ഒരു കൽക്കരി ഫോം ചെയ്യാനെടുത്ത സമയം, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കംപ്രഷൻ, ദാറ്റ് മീൻസ് അവിടുത്തെ പ്രഷർ, ടെമ്പറേച്ചർ എഫക്റ്റ്, ഇതിനെയെല്ലാം ബേസ് ചെയ്തുകൊണ്ട് കൽക്കരിയെ നമുക്ക് പല വെറൈറ്റീസ് ആയിട്ട് പല വെറൈറ്റി കൽക്കരികൾ നമുക്ക് അവൈലബിൾ ആണ്. പല വെറൈറ്റീസ് ആയിട്ട് നമുക്ക് അവയെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കൽക്കരിയിലേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് ഡിഫറെൻറ്റ് വെറൈറ്റീസിലേക്ക് നമുക്ക് പുറകെ നമ്മൾ ഈ കൽക്കരിയെ കത്തുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്ന ദ ബേണിംഗ് ഓഫ് കോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ കത്തിക്കുമ്പം നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ എന്ന് പറയുന്നത്. The burning of coal in the absence of air gives the burning of coal in the absence of air. The burning of coal in the absence of air gives coal gas, coal tar and coke. Coal gas, coal tar and coke. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ കത്തിക്കുമ്പോൾ, കൽക്കരി വായുവിൻ്റെ അസാന്നിധ്യത്തിൽ കത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കോൾ ഗ്യാസ്, കോൾ ടാർ ആൻഡ് കോക്ക്.
ദ ഇയർ വെൻ കൊമേഴ്ഷ്യൽ കോൾ മൈനിങ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വ്യാവസായികമായി കൽക്കരി ഖനനം ആരംഭിച്ചു എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായികമായി കൽക്കരി ഖനനം ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത്. 1774 1774 റാണിഗഞ്ച് കൽക്കരി ഖനനം ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കൽക്കരി പാടങ്ങൾ, നമുക്ക് ധാരാളം കൽക്കരി പാടങ്ങൾ നമുക്കുണ്ട്. അപ്പം ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൾ ഫീൽഡുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ഏറ്റവും വലിയ കോൾ ഫീൽഡ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ ഫീൽഡ് എന്ന് പറയുന്നത്, ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് ജാറിയാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദ ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ, ദ ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ ഈസ് ജാറിയ. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ കൽക്കരി ഖനനം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ കൽക്കരി പാടം എന്ന് പറയുന്നത് റാണിഗഞ്ച് വെസ്റ്റ് ബംഗാളാണെന്ന് പറഞ്ഞു. കൊമേഴ്ഷ്യൽ കോൾ മൈനിങ് ഇന്ത്യയിൽ, വ്യാവസായികമായി കൽക്കരി ഖനനം ഇന്ത്യയിൽ ആരംഭിച്ചു എന്ന് പറയുന്നത് റാണിഗഞ്ചിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ലാർജസ്റ്റ് കോൾ ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്, ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കൽക്കരി ഖനികളുടെ നാഷണലൈസേഷൻ നടന്ന വർഷമെന്ന്. നാഷണലൈസേഷൻ ഓഫ് കോൾ മൈൻസ് took place in 1973. In India, the nationalization of coal mines took place in 1973. ഇന്ത്യയിൽ കൽക്കരി ഖനികളുടെ ദേശസാൽക്കരണം നടന്ന വർഷം എന്ന് പറയുന്നത് 1973 കോൾ മൈൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൾ മൈൻസ് നാഷണലൈസേഷൻ ആക്ട് ആണ്. കോൾ മൈൻസ് നാഷണലൈസേഷൻ ആക്ട്. The largest coal mining company is കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനനം നടത്തുന്ന കമ്പനി എന്ന് പറയുന്നത് കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ദ ലാർജസ്റ്റ് കോൾ മൈനിങ് കമ്പനി എന്ന് പറയുന്നതാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. 75 നിലവിൽ വന്നതെന്ന് പറയുന്നത്. ലാർജസ്റ്റ് കോൾ മൈനിങ് കമ്പനി എന്ന് പറയുന്നതാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ് ലാർജസ്റ്റ് കോൾ മൈനിങ് കമ്പനി. പിന്നെ ദ ഇയർ വെൻ ഇന്ത്യസ് കോൾ സെക്ടർ വാസ് ഓപ്പൺഡ് ഫോർ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അതായത് എന്താണ്, പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഇന്ത്യയിലെ കൽക്കരി മേഖല അല്ലെങ്കിൽ കോൾ ഫീൽഡ്, ഇന്ത്യയിലെ കോൾ സെക്ടർ തുറന്നു കൊടുത്തത് ഏത് വർഷമാണ്? 2020 2020 മുതലാണ് ഇന്ത്യയിലെ കോൾ സെക്ടറിൽ എന്ത് സാധ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് അനുവദിച്ചു തുടങ്ങിയത്? എന്താണ്, അതുപോലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അനുവദിച്ചു തുടങ്ങിയെന്ന് പറയുന്നത്. ഇന്ത്യസ് പൊസിഷൻ ഇൻ കോൾ റിസർവ്സ്. അപ്പോൾ കൽക്കരിയുടെ കോൾ ഡെപ്പോസിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കൽക്കരി സമ്പത്തിനെ അടിസ്ഥാനമായിക്കൊണ്ട് പറഞ്ഞാൽ ലോകത്ത് കൽക്കരി സമ്പത്ത് ഏറ്റവും കൂടുതൽ 5ാമത് രാജ്യമാണ്. കോൾ റിസർവിന്റെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ USA ആണ്. കൽക്കരി ഏറ്റവും കൂടുതലുള്ള രാജ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൾ റിസർവ് ഏറ്റവും കൂടുതലുള്ള രാജ്യമെന്ന് പറയുന്നതാണ് USA. 2ാമത്തെന്ന് പറയുന്നത് റഷ്യയാണ്. 3ാമത്തത് ഓസ്ട്രേലിയയാണ്. 4ാമത്തത് ചൈന. 5ാമത്തത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റാങ്കിങ് ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യസ് പൊസിഷൻ ഇൻ കോൾ റിസർവ്സ് ഈസ് 5. ആ രാജ്യങ്ങളുടെ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക: USA, റഷ്യ, ഓസ്ട്രേലിയ, ചൈന, ഇന്ത്യ. Coal is the remains of plant matter that grow in freshwater swamps about 3,000 million years. അപ്പോൾ കൽക്കരി എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. കോടാനുകോടി ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്? കൽക്കരി ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ആ കൽക്കരി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി എത്തുമ്പോഴത്തേക്ക് കൽക്കരിയുടെ അളവ് പൂർണ്ണമായിട്ടും തീരുകയും ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഈ കൽക്കരിയുടെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ, ധാരാളം കത്തുന്നതിൻ്റെ ഫലമായിട്ട് കാർബണാണ് പ്രധാന ഘടകം എന്ന് പറഞ്ഞല്ലേ. കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ പുറന്തള്ളും. അതുപോലെ തന്നെ മലിനീകരണം, പലവിധ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണം, അല്ലെങ്കിൽ വായു മലിനീകരണം, ജലമലിനീകരണം, പല രീതിയിൽ അതിന് കാരണമാകാറുണ്ട്. അതുപോലെ ആസിഡ് മഴ, അതിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പല വാതകങ്ങളും ആസിഡ് മഴയ്ക്ക്, അമ്ലമഴയ്ക്കുമൊക്കെ കാരണമായി മാറുന്നതാണ്. അടുത്ത, in India, coal occurs in rock series of 2 main geological ages, namely
Gondwana, a little over 200 million years in age, and in a tertiary deposit which are only about 55 million years. This is നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. The major resources of Gondwana coal which are metallurgical coal are located in Damodar Valley, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഗോണ്ട്വാന കോൾ ഡെപ്പോസിറ്റുകൾ കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഗോണ്ട്വാന കോൾ കൂടുതലായി കാണപ്പെടുന്നു പറയുന്നത് ദാമോദർ വാലിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ജാറിയ, റാണിഗഞ്ച്, ബൊക്കാറോ ആർ ദ ഇമ്പോർട്ടൻറ്റ് കോൾ ഫീൽഡ്സ്. ഇത് ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള പോയിന്റാണ്. ഇന്ത്യയിലെ പ്രധാന കൽക്കരി പാടങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ജാറിയ, റാണിഗഞ്ച്, ബൊക്കാരോ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന കൽക്കരി പാടങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഗോദാവരി, മഹാനദി ബേസിൻ അല്ലെങ്കിൽ വാലീസ് ഒക്കെ എന്താണ് കോൾ ഡെപ്പോസിറ്റിൻ്റെ പേര് കേട്ടതാണ്. പിന്നെ അതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നെയ്വേലിയിലെ കോൾ ഡെപ്പോസിറ്റ് ഉണ്ട്. ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. പിന്നെ tertiary coals occurs in the northeastern states of Meghalaya, like northeastern part of Meghalaya, Assam, Arunachal Pradesh and Nagaland. ഇതിലെ കോൾ ഡിപ്പോസിറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചില പ്രധാനപ്പെട്ട കോൾ ഫീൽഡ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ജാറിയ ആണ് ആദ്യത്തെ. ജാറിയ എന്ന് പറയുന്ന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ്. ജാറിയ ഫീൽഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡിലാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ധൻബാദ് ആണ്. അഗെയിൻ ജാർഖണ്ഡ്. അടുത്ത ബൊക്കാറോ ആണ്. ബൊക്കാറോവും എവിടെ തന്നെയാണ്? ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ, ജാർഖണ്ഡ്. അടുത്ത ജയന്തി ആണ് വരുന്നത്. ജയന്തി ജാർഖണ്ഡാണ് വരുന്നത്. അടുത്ത റാണിഗഞ്ച് ആണ്, വെസ്റ്റ് ബംഗാളാണ്. ഇത് ചേരുംപടി ചേർക്കാനൊക്കെ പറഞ്ഞ് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാന്നാണ് കേട്ടോ. അപ്പോൾ ഫീൽഡുകളുടെ പേര് തന്നിട്ട് എവിടെയാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞ് ചേരുംപടി ചേർക്കാനൊക്കെ പറഞ്ഞ് വേണേൽ ചോദിക്കാം. റാണിഗഞ്ച് ഇൻ വെസ്റ്റ് ബംഗാൾ. ഉദാഹരണം ഇവിടെ 4 എണ്ണം പറഞ്ഞതായിരുന്നു. ജാറിയ, ധൻബാദ്, ബൊക്കാറോ, ജയന്തി ഇവയെല്ലാം എവിടെയാണ് വരുന്നത്? ജാർഖണ്ഡിലാണ് വരുന്നത്. അടുത്ത കോർബ ആണ്. ഛത്തീസ്ഗഡ് ആണ്. കോർബ കോൾഫീൽഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് കോർബ കോൾഫീൽഡ് സ്ഥിതി എന്ന് പറയുന്നത്. അടുത്ത തൽച്ചാർ ആണ് വരുന്നത്. തൽച്ചാർ ഈസ് ഇൻ ഒഡീഷ. ഇമ്പോർട്ടൻ്റ് ആണ്. തൽച്ചാർ ഒഡീഷയിലാണ്. അടുത്ത നെയ്വേലിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. നെയ്വേലി കോൾഫീൽഡ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നെയ്വേലി കോൾഫീൽഡ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ കോൾഫീൽഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെക്കണം. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള NCERT ടെക്സ്റ്റിനകത്തുള്ള കോൾ മൈൻസിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിരിക്കുന്നത് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കോർബ, അതുപോലെ തന്നെ ബൊക്കാറോ, ജാറിയ, റാണിഗഞ്ച്, തൽച്ചാർ, സിംഗനേരി ഇതൊക്കെ എവിടെയാണെന്നുള്ളത്, അതുപോലെ നെയ്വേലി, ആ ഫീൽഡുകളുടെ ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൾ മൈൻസ് ഓഫ് ഇന്ത്യ ആണ് പറഞ്ഞിരിക്കുന്നത്. കോൾ മൈൻസ് ഓഫ് ഇന്ത്യ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് വരുമ്പോഴത്തേക്ക് കൽക്കരിയുടെ വിവിധ ഇനങ്ങളെക്കുറിച്ച് വരുമ്പോഴത്തേക്ക് കൽക്കരിയെ അതിലടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൽക്കരിയെ പല ഗ്രേഡുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. കോൾ ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്. പ്രധാനമായും 4 ടൈപ്പായിട്ടാണ് കൽക്കരിയെ തിരിച്ചിരിക്കുന്നത് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് കാർബൺ ഇറ്റ് കണ്ടെയ്ൻസ്. അപ്പം അതിലടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടന്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൽക്കരിയെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലാദ്യത്തെന്ന് പറയുന്നത് പീറ്റ് ആണ് വരുന്നത്. പീറ്റ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ലിഗ്നൈറ്റ് ആണ്. രണ്ടാമത്തെ കൽക്കരി ഇനം എന്ന് പറയുന്നതാണ് ലിഗ്നൈറ്റ് ആണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ബിറ്റുമിനസ് കൽക്കരിയാണ്. ബിറ്റുമിനസ് കോളാണ് മൂന്നാമത്തെന്ന് പറയുന്നത്. നാലാമത്തെന്ന് പറയുന്നത് ആന്ത്രസൈറ്റ് എന്ന് പറയും. നാലാമത്തെ കൽക്കരി ഇനം എന്ന് പറയുന്നതാണ് ആന്ത്രസൈറ്റ് ആണ്. നാലാമത്തെ കൽക്കരി ഇനം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ ഈ 4 എണ്ണം പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടന്റിനെ അല്ലെങ്കിൽ കാർബണിൻ്റെ അളവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ 4 ടൈപ്പായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്ത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാർബണിൻ്റെ അളവ് കാർബൺ കണ്ടന്റ് ഏറ്റവും കുറവുള്ള കൽക്കരി ഇനമാണ് ആര്? പീറ്റ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ അളവ് ഏറ്റവും കുറവുള്ള കൽക്കരി ഇനം എന്ന് പറയുന്ന ഏതാണ്? പീറ്റ് ആണ്. പീറ്റ് കഴിഞ്ഞാൽ പിന്നെ കാർബണിൻ്റെ അളവുള്ളതെന്ന് പറയുന്നത് ലിഗ്നൈറ്റിലാണ്. ലിഗ്നൈറ്റിന് കുറച്ചും കൂടെ ഉണ്ട്. അതുപോലെ ഈ ശരിക്കും പറഞ്ഞാൽ പീറ്റ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു കൽക്കരി സോളിഡ് ഫോം ഒന്നും പറയാൻ പറ്റില്ല. സെമി സോളിഡ് ഫോമിലൊക്കെ കിടക്കുന്ന വേണേൽ പറയാം. വളരെ സ്കാറ്റേഡ് ആയിട്ട്
ഡസ്റ്റ് ഫോമിലൊക്കെ കിടക്കുന്ന വേണം നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത് പീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ അവിടെ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ അളവ് ഏറ്റവും കുറവുള്ള കൽക്കരി ഇനം എന്ന് പറയുന്ന ഏതാണ്? പീറ്റാണ്. കാർബണിൻ്റെ അളവ് ഏറ്റവും കുറവുള്ള കൽക്കരി ഇനമാണ് എന്ന് പറയുന്നത് പീറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റിലും അധികം കാർബൺ അടങ്ങിയിട്ടില്ല. കാർബണിൻ്റെ അളവ് കുറവുള്ള മറ്റൊരു കൽക്കരി ഇനമാണ്. പീറ്റിനേക്കാൾ കൂടുതൽ കാർബണിൻ്റെ അളവ് ഏതിൽ അടങ്ങിയിട്ടുണ്ട്? ലിഗ്നൈറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ബിറ്റുമിനസ് കോളാണ് വരുന്നത്. ബിറ്റുമിനസ് കോളിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ലിഗ്നൈറ്റിനെയും പീറ്റിനെയും കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരി രൂപമാണ് ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മോസ്റ്റ് അവൈലബിൾ കോൾ ഫോം ആണ്, ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള കൽക്കരിയുടെ രൂപമാണ് എന്ന് പറയുന്നത് ബിറ്റുമിനസ് എന്ന് പറയുന്നത് മോസ്റ്റ് അവൈലബിൾ കോൾ ഫോം ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൽക്കരി ഇനവും ഏത് തന്നെയാണ്? ബിറ്റുമിനസ് കോളാണ്. ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള കൽക്കരി ഇനം ബിറ്റുമിനസ് ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരിയുടെ ഇനം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ബിറ്റുമിനസ് ആണ്. ഇനി ആന്ത്രസൈറ്റ് ആണ് അടുത്തെന്ന് പറയുന്നത്. കാർബണിന്റെ അളവ് കാർബൺ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി ഇനമാണ് ആരെന്ന് പറയുന്നത്? ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൾ ഫോർമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ആദ്യം പീറ്റാണ്. ഈ ജൈവാവശിഷ്ടങ്ങളെല്ലാം കൂടെ ആ ഒരു കംപ്രഷൻ ആരംഭിക്കുന്ന ആ ഒരു ഘട്ടമാണ്. വളരെ ഒരു സ്പോഞ്ചി ടെക്സ്ചർ ആയിരിക്കും ആർക്കെന്ന് പറയുന്നത് പീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കംപ്രഷൻ ആരംഭിക്കുന്നു. കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് ടൈം സ്കെയിൽ മാറുന്ന, അല്ലെങ്കിൽ സമയം പോകുന്നതനുസരിച്ച്, കാലങ്ങൾ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന കംപ്രഷൻ, അവിടെ ഉണ്ടാകുന്ന പ്രഷറും ഹീറ്റും ഇൻക്രീസ് ചെയ്യുന്നു. മർദ്ദവും താപനിലയും വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ കംപ്രഷൻ്റെ ഫലമായിട്ട് അതെന്ത് ചെയ്യുന്നു? ആ ഒരു പീറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സോളിഡിഫൈ ചെയ്ത് ഏത് ഫോമിലേക്ക് മാറുന്നു? ലിഗ്നൈറ്റ് എന്ന ഫോമിലേക്ക് വരുന്നു. വീണ്ടും കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് മർദ്ദവും താപനിലയും ഒക്കെ പതിയെ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? അത് സബ് ബിറ്റുമിനസ് എന്നൊരു സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു പീറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ജലാംശവും മോയ്സ്ചറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് പീറ്റ് എന്ന് പറയുന്നത്. ജലാംശം ധാരാളമായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് പീറ്റ് എന്ന് പറയുന്നത്. ആ പീറ്റിൽ നിന്ന് കുറച്ച് പ്രഷറിൻ്റെയും ഹീറ്റിൻ്റെ ഒക്കെ ഫലമായിട്ട് അവിടുന്ന് കുറച്ച് മോയ്സ്ചറൊക്കെ കുറഞ്ഞ് ആദ്യം വരുന്ന സ്റ്റേജാണ് എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. അവിടുന്ന് വീണ്ടും മോയ്സ്ചർ കുറയുന്നു, വീണ്ടും ഈർപ്പമൊക്കെ കുറഞ്ഞുകൊണ്ട് സബ് ബിറ്റുമിനസ് സ്റ്റേറ്റിലേക്ക് അത് എത്തുന്നു. വീണ്ടും കാലങ്ങൾ കഴിയുമ്പോൾ മർദ്ദവും താപനിലയുടെ ഒക്കെ ഫലമായിട്ടത് ബിറ്റുമിനസ് കോൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ബിറ്റുമിനസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള കൽക്കരി ഇനമാണ് ആരെന്ന് പറയുന്നത് ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ഇനവും ഇത് തന്നെയാണ് ബിറ്റുമിനസ് ആണ്. വീണ്ടും നൂറുകണക്കിന് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ആ ബിറ്റുമിനസിന് വീണ്ടും മർദ്ദവും അല്ലെങ്കിൽ കംപ്രഷനും ഒക്കെ ലഭിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ ബിറ്റുമിനസ് കോൾ അവസാനം എന്തായി മാറുന്നു? ആന്ത്രസൈറ്റായി മാറുന്നു. അപ്പോൾ ആന്ത്രസൈറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവനാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള കൽക്കരി എന്ന് പറയുന്നത്. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള മറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ മാറി കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി ഇനമാണ് എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. ഗുണമേന്മ ഏറ്റവും കൂടുതലുള്ള കൽക്കരി എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ആന്ത്രസൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു കൽക്കരിയുടെ ആ ഒരു ഫോർമേഷന്റെ ആ ഒരു ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരികയാണ്. ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ആദ്യത്തെ പീറ്റ് ആണ്. ഇറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോൾ ഫോർമേഷൻ. കൽക്കരി രൂപപ്പെടുന്നതിന്റെ ആദ്യ ഘട്ടമാണ് എന്തെന്ന് പറയുന്നത് പീറ്റ് എന്ന് പറയുന്നത്. കൽക്കരി രൂപം കൊള്ളുന്നതിന്റെ ആദ്യ ഘട്ടം അറിയപ്പെടുന്ന പേരാണ്. കൽക്കരി രൂപം കൊള്ളുന്നതിന്റെ ആദ്യ ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്ലാന്റ്സ് അല്ലെങ്കിൽ ആ ജൈവാവശിഷ്ടങ്ങളുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ ആ ഒരു ജൈവാവശിഷ്ടങ്ങളുടെ ആ ഒരു ഡീക്കേയിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ എന്താണ്? ആ ജൈവാവശിഷ്ടങ്ങൾ ഡീക്കേയിങ് പ്ലാന്റ്സ് ഇൻ ദ സ്വാംസ് പ്രൊഡ്യൂസ് എന്താണ്? പീറ്റ് ആണ്. അപ്പോൾ ആ ഒരു ജൈവാവശിഷ്ടങ്ങളെല്ലാം കൂടെ ഒരു കംപ്രഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫോം ചെയ്ത ആദ്യ ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നത് പീറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ ഇൻക്രീസസ് സ്ലോലി. അപ്പോൾ പീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ താപനിലയും മർദ്ദവും ഒക്കെ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി പതിയെ കാലാകാലങ്ങൾ കഴിയുന്നതനുസരിച്ച് താപനിലയും മർദ്ദവും ഒക്കെ വർദ്ധിക്കുമ്പോഴത്തേക്ക് ഈ പീറ്റ് എന്ന് പറയുന്നത് പതിയെ എന്തായിട്ട് മാറുന്നു?
ലിഗ്നൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ കൽക്കരിയുടെ രണ്ടാമത്തെ ഘട്ടമാണ്, കൽക്കരി രൂപം കൊള്ളുന്നതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ലിഗ്നൈറ്റിലേക്ക് എത്തുന്നു. ലോ കാർബൺ കണ്ടന്റ്. അപ്പോൾ പീറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പീറ്റിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവെന്ന് പറയുന്നതാണ് വളരെ കുറവാണ്. കാർബൺ കണ്ടന്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ് കാർബൺ കണ്ടന്റ് ലെസ് ദാൻ എന്ത് പറയാം 30% ആണ്. അപ്പോൾ കാർബണിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ കുറവാണ്. 30% കുറവാണ് പീറ്റിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബണിൻ്റെ അളവ് ഏറ്റവും കുറവുള്ള, കാർബൺ കണ്ടന്റ് ഏറ്റവും കുറവുള്ള കൽക്കരി രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? പീറ്റ് പറയാം. ഗുണമേന്മ ഏറ്റവും കുറവുള്ള കൽക്കരി രൂപം എന്ന് ചോദിച്ചാൽ പീറ്റ് ആണ്. അതുപോലെ കലോറിഫിക് വാല്യൂ ഏറ്റവും കുറവുള്ള കൽക്കരി രൂപം എന്ന് ചോദിച്ചാലും എന്താണ്? പീറ്റ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ കാർബണിന്റെ അളവ് വളരെ കുറവാണെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഇംപ്യൂരിറ്റീസ്, അപദ്രവ്യങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് more impurities. Peat contains more impurities. And it high moisture is present. ഈർപ്പത്തിന്റെ അളവ്, ജലാംശം വളരെ കൂടുതലാണ് ഇതിൽ എന്ന് പറയുന്നത്, പീറ്റിൽ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ദ ഹീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് പീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ലോ ഹീറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ അത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാലും അത് തരുന്ന താപത്തിൻ്റെ അളവെന്ന് പറയുന്നത് മറ്റ് കൽക്കരി ഇനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പീറ്റിൻ്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ. അടുത്ത രണ്ടാമത്തെ പറയുമ്പോഴത്തേക്ക് ആ പീറ്റ് കുറേ കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് പീറ്റിൽ നിന്ന് പതിയെ എന്തായി മാറുന്നു? ലിഗ്നൈറ്റിലേക്ക് എത്തുന്നു. അപ്പം ഇറ്റ് ഇസ് എ ലോ ഗ്രേഡ് ബ്രൗൺ കോൾ. ലിഗ്നൈറ്റ് ഇസ് എ ലോ ഗ്രേഡ് ബ്രൗൺ കോൾ which is soft with high moisture content. Lignite എന്ന് പറയുന്നത് it's soft with high moisture content. Lignite is soft with high moisture content. Carbon content എന്ന് പറയുന്നത് up to 30%. Carbon content of 30%. 30% കാർബൺ അടങ്ങിയിട്ടുണ്ട്. 30% അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 30% കാർബണിന്റെ അളവുള്ള കൽക്കരി രൂപമാണ് ആരെന്ന് പറയുന്നത്? ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. Largest lignite reserve in India is located at നെയ്വേലി, തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? നെയ്വേലി, തമിഴ്നാട്. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്. ലാർജസ്റ്റ് ലിഗ്നൈറ്റ് റിസർവ് ഇൻ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് അറ്റ് നെയ്വേലി, തമിഴ്നാട്. അപ്പോൾ അവിടുന്ന് ചോദിക്കുന്നതാണ് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പം ലിഗ്നൈറ്റ് ഖനനവുമായി ബന്ധപ്പെട്ട നെയ്വേലിയിലെ സ്ഥാപനമാണ് ഇത്? നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. ഓക്കെ. അപ്പം അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ, ഇന്ത്യയിൽ മേജർ ലിഗ്നൈറ്റ് റിസർവ്സ് ഇൻ ഇന്ത്യ ആർ പൽന രാജസ്ഥാൻ, നെയ്വേലി തമിഴ്നാട്, ലഖിംപൂർ അസം. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ലിഗ്നൈറ്റ് റിസർവുകൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഗ്നൈറ്റ് നിക്ഷേപം എന്ന് പറയുന്നത് നെയ്വേലി തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഗ്നൈറ്റ് നിക്ഷേപമാണ് തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ലിഗ്നൈറ്റ് റിസർവ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അതിൽ നെയ്വേലി ഒരു കാരണവശാലും മറക്കരുത്. നെയ്വേലിയെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തതിലേക്ക് പോകുന്നു. അടുത്ത ബിറ്റുമിനസ് കോളിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് വരുന്നത്. ബിറ്റുമിനസ് കോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ലിഗ്നൈറ്റിന് കാലാകാലങ്ങളായി മാറ്റങ്ങൾ സംഭവിച്ച മർദ്ദത്തിൻ്റെയും താപനിലയുടെയും ഒക്കെ ഫലമായിട്ട് ലിഗ്നൈറ്റ് പിന്നെയും കംപ്രസ്ഡ് ആയിക്കൊണ്ട് ഫോം ചെയ്യുന്നതാണ് ഏത്? ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഫോം ഓഫ് കോൾ. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി രൂപമാണ് ബിറ്റുമിനസ് എന്ന് പറയുന്നത്. ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനം എന്ന് പറയുന്ന ഏതാണ്? ബിറ്റുമിനസ് കോൾ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇറ്റ് ഇസ് എ മോസ്റ്റ് widely used or widely available coal form എന്ന് വേണേൽ പറയാം. മോസ്റ്റ് അബണ്ടന്റ് ഫോം ഓഫ് കോൾ ബിറ്റുമിനസ് ആണ്. മോസ്റ്റ് widely available
കോൾ ഫോം എന്ന് പറയുന്ന ബിറ്റുമിനസ് ആണ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫോം ഓഫ് കോൾ എന്ന് പറയുന്ന ആരാണ്? ബിറ്റുമിനസ് ആണ്. അപ്പോൾ ആദ്യത്തെ 2 പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കണം. ഈ 2 പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അടുത്തിലേക്ക് പോവുകയാണ്. മോസ്റ്റ് പോപ്പുലർ കോൾ ഇൻ കൊമേഴ്ഷ്യൽ യൂസ്, വ്യാവസായികമായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽക്കരി ഇനം അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, കൊമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽക്കരി ഇനം എന്ന് പറയുന്നത് ഏതാണ്? ബിറ്റുമിനസ് കോൾ ആണ്. മോസ്റ്റ് പോപ്പുലർ കോൾ ഇൻ കൊമേഴ്ഷ്യൽ യൂസ് ഈസ് ഏതാണ്? ബിറ്റുമിനസ് കോൾ ആണ്. കാർബൺ കണ്ടന്റ് കൂടുതലാണ്. നമ്മുടെ പീറ്റുമായിട്ടും ലെഗ്നൈറ്റുമായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 88% കാർബൺ അടങ്ങിയിട്ടുണ്ട്. 88% കാർബൺ അടങ്ങിയിരിക്കുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്? 88% കാർബൺ അടങ്ങിയിരിക്കുന്നതാണ് ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. 88% കാർബൺ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന സാധനമാണ് ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്, ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്നത്, ഏറ്റവും കൂടുതലായിട്ട് ലഭ്യമായിട്ടുള്ള കൽക്കരി ഇനം എന്നൊക്കെ പറയുന്നത് ഏതാണ്? ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ബിറ്റുമിനസ് കോൾ ഫീൽഡ്സ് അല്ലെങ്കിൽ ബിറ്റുമിനസ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് കാണപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. ഒന്ന് ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് ആൻഡ് മധ്യപ്രദേശ്. ഹൈ ഡെപ്പോസിറ്റ്സ് ഓഫ് ബിറ്റുമിനസ് കോൾ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ബിറ്റുമിനസ് നിക്ഷേപം കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് ആൻഡ് മധ്യപ്രദേശ്. ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് ആൻഡ് മധ്യപ്രദേശ്. അപ്പോൾ ആ ലൊക്കേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആന്ത്രസൈറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ഏതാണ്? ആന്ത്രസൈറ്റ് ആണ് അടുത്ത കൽക്കരി ഇനം എന്ന് പറയുന്നത്. അപ്പോൾ ആന്ത്രസൈറ്റിലേക്ക് പറയുമ്പോഴത്തേക്ക് കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലാണ്. ഹൈ കാർബൺ കണ്ടന്റ് ഉള്ള കൽക്കരിയുടെ ഫോമാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കാർബൺ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി കോളാണ് ആരെന്ന് പറയുന്നത്? ഹൈ ക്വാളിറ്റി കോളാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. കാർബണിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഗുണമേന്മ ഏറ്റവും കൂടിയ കൽക്കരി ഇനമാണ്. ആരെന്ന് പറയുന്നത്? ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. അടുത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആന്ത്രസൈറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ആന്ത്രസൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന ആരാണ്? ആന്ത്രസൈറ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി കോൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ആന്ത്രസൈറ്റ് ആണ്. അതുപോലെ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ് ആണ്. അതിലെ കാർബണിന്റെ അളവ് പറയുമ്പോഴത്തേക്ക് 96% കാർബൺ അടങ്ങിയിരിക്കുന്ന 96% കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി രൂപമാണ് ഏത്? ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. 96% കാർബൺ ആണ് ഏതിൽ അടങ്ങിയിരിക്കുന്നത്? ആന്ത്രസൈറ്റിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർബൺ ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള ഹൈ ക്വാളിറ്റി കോൾ എന്നറിയപ്പെടുന്നത്, ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നതൊക്കെ ആരാണ്? ആന്ത്രസൈറ്റ് ആണ്. അപ്പോൾ കാർബൺ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ്. ഹൈലി കംപ്രസ്ഡ് സ്റ്റേജിലുള്ള കോളാണ് ആരെന്ന് പറയുന്നത്? ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവാണ്. വെരി ലോ മോയ്സ്ചർ കണ്ടന്റ്. കലോറിഫിക് വാല്യൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം ഈ പീറ്റിനെ കുറിച്ച് പറയുമ്പം പീറ്റിന്റെ ഹീറ്റ് കപ്പാസിറ്റി വളരെ കുറവാണെന്ന് പറഞ്ഞു. എന്നാൽ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടിയ കൽക്കരി ഇനമാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. ഈ കലോറിഫിക് വാല്യൂ എന്നൊരു ടേം മനസ്സിലാക്കി വെക്കണം. കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ കലോറിക മൂല്യം, കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ. 1 കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ അവിടെ സ്വതന്ത്രമാക്കപ്പെടുന്ന താപത്തിന്റെ അളവിന്, 1 കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന താപോർജ്ജത്തിന്റെ അളവിന് പറയുന്ന പേരാണെന്ത്? കലോറിഫിക് മൂല്യം അഥവാ കലോറിഫിക് വാല്യൂ എന്ന് പറയും. ഒരു ഇന്ധനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഇന്ധനത്തിന്റെ ഗുണമേന്മ പ്രസ്താവിക്കുവാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇന്ധനത്തിന്റെ ഗുണമേന്മ എന്ന് പറയുന്നത് കലോറിഫിക് വാല്യൂവിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. കലോറിഫിക് വാല്യൂ കൂടുമ്പോഴത്തേക്ക്, കലോറിഫിക് മൂല്യം കൂടുന്നതനുസരിച്ച് ഇന്ധനങ്ങളുടെ ഗുണമേന്മയും കൂടുതലായിരിക്കും. അതായത് നൽകുന്ന ഹീറ്റിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. അപ്പോൾ കലോറിഫിക് വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. 1 കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന താപോർജ്ജത്തിന്റെ അളവിന് പറയുന്ന പേരാണ് എന്ത്? കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടിയ കൽക്കരി ഇനം എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ് ആണ്. ഇന്ത്യയിൽ ആന്ത്രസൈറ്റിന്റെ നിക്ഷേപം കാണപ്പെടുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. എന്ത് നിക്ഷേപമുള്ളത്? ആന്ത്രസൈറ്റ് ഡെപ്പോസിറ്റ് കാണപ്പെടുന്നതെന്ന് പറയുന്നത്.
നമ്മൾ അടുത്തായിട്ട് കോക്കിലേക്കാണ് വരുന്നത്. കോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് കോക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടഫ് പോറസ് ആൻഡ് ബ്ലാക്ക് സബ്സ്റ്റൻസ്. ഒരു ടഫ് പോറസ് ആൻഡ് എന്താണ് പറയുക നിറയെ സുഷിരങ്ങളൊക്കെ ഉള്ള ഒരു ടെക്സ്ചറാണ് ആർക്ക് വരുന്നത്, കോക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് പ്യുവർ ഫോം ഓഫ് കാർബൺ. കാർബണിൻ്റെ ഏതാണ്ട് ശുദ്ധമായ രൂപമാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കോക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടഫ് പോറസ് ആൻഡ് ബ്ലാക്ക് സബ്സ്റ്റൻസ് ഓൾമോസ്റ്റ് പ്യുവർ ഫോം ഓഫ് കാർബൺ. ഓൾമോസ്റ്റ് പ്യുവർ ഫോം ഓഫ് കാർബൺ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോഴത്തേക്ക് കോക്ക് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീൽ നിർമ്മാണത്തിന് പിന്നെ അതുപോലെ തന്നെ ലോഹങ്ങളൊക്കെ വേർതിരിക്കാനായിട്ട് മെറ്റലർജിക്കൽ പ്രോസസ്സുകളിൽ മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ലോഹങ്ങൾ വേർതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായി എന്തുപയോഗിക്കാറുണ്ട്, കോക്ക് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി കോൾ ടാർ ആണ് അടുത്തെന്ന് പറയുന്നത്. കോൾ ടാർ എന്ന് പറയുന്നത് ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് കോൾ ടാർ എന്ന് പറയുന്നത്. It is a black thick liquid with an unpleasant smell. അത്രയും ഓർത്താൽ മതി. It's a black thick liquid അല്ലെങ്കിൽ it's a black highly viscous liquid. It's a black highly viscous liquid. It's a mixture of about 200 substance. ഏകദേശം അതിനകത്ത് ഒരു കോൾട്ടാർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കോമ്പൗണ്ടാണ്, ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഏകദേശം 200ഓളം പദാർത്ഥങ്ങൾ എന്തിൽ അടങ്ങിയിട്ടുണ്ട്, കോൾ ടാറിൽ കാണപ്പെടുന്നുണ്ട്. ഏകദേശം 200ഓളം പദാർത്ഥങ്ങൾ എന്തിൽ കാണപ്പെടുന്നുണ്ട്, കോൾ ടാറിൽ കാണപ്പെടുന്നുണ്ട്. The products obtained from coal tar are used as starting material for manufacturing of various substances used in everyday life and in industry. എന്തിൻ്റെയൊക്കെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ കോൾ ടാർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സിന്തറ്റിക് ഡൈകൾ, കൃത്രിമ ചായങ്ങളുടെ നിർമ്മാണത്തിന് കോൾ ടാർ യൂസ് ചെയ്യാറുണ്ട്. സിന്തറ്റിക് ഡൈസിൻ്റെ മാനുഫാക്ചറിങ്ങിന് ആരും ഉപയോഗിക്കാറുണ്ട്, കോൾ ടാർ യൂസ് ചെയ്യാറുണ്ട്. ഡ്രഗ്സിൻ്റെ നിർമ്മാണത്തിന്, ചില മെഡിസിൻസിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്, ഡ്രഗ്സ് മാനുഫാക്ചറിങ്ങിന്. എക്സ്പ്ലോസീവ്സ്, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന്, അഥവാ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ആരും ഉപയോഗിക്കാറുണ്ട്, കോൾ ടാർ ഉപയോഗിക്കാറുണ്ട്. പെർഫ്യൂമുകളുടെ നിർമ്മാണം, പ്ലാസ്റ്റിക് നിർമ്മാണം, പെയിൻറ് നിർമ്മാണം, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽസ്, ഫോട്ടോഗ്രാഫിക് ഷീറ്റുകൾ, ഫോട്ടോഗ്രാഫിക് ഫിലിംസ്, പിന്നെ റൂഫിംഗ് മെറ്റീരിയൽസ്, അതുപോലെ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് മീൻസ് വിനൈൽ ഫ്ലോറിംഗ് പോലുള്ള മെറ്റീരിയൽസിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിനും ഒക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട്, കോൾ ടാർ യൂസ് ചെയ്യുന്നതാണ്. Nowadays, bitumen, a petroleum product is used in place of coal tar for metaling roads. അപ്പോൾ ഈ ബിറ്റുമെൻ എന്ന് പറയുന്നത് ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. പെട്രോളിയത്തെ നമ്മൾ എന്താ പറയുക ഡിസ്റ്റിലേഷന് വിധേയമാകും, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് വിധേയമാകും നമുക്ക് ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബിറ്റുമെൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റുമെൻ എന്ന് പറയുന്നത് കോൾ ടാറിന് പകരം ഇന്ന് നമ്മളിപ്പം നിലവിൽ റോഡ് ടാറിങ്ങിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് കോൾ ടാറിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ബിറ്റുമെൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പെട്രോളിയം പ്രോഡക്റ്റാണ് ബിറ്റുമെൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തുള്ള പെട്രോളിയത്തിലേക്കാണ് വരുന്നത്. പെട്രോളിയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പെട്രോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഇതാണല്ലേ പെട്രോളിയം, ഓർ ഇറ്റ് ഇസ് ഓൾസോ നോൺ എസ് എന്താണ് മിനറൽ ഓയിൽ. പെട്രോളിയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്, മിനറൽ ഓയിൽ എന്ന് പറയാം. മിനറൽ ഓയിൽ, പെട്രോളിയം ഓർ മിനറൽ ഓയിൽ is the next major energy source in India after coal. അപ്പോൾ ഇന്ത്യയിൽ കൽക്കരി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്, പെട്രോളിയമാണ്. കൽക്കരി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി റിസോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ പെട്രോളിയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിനറൽ ഓയിൽ എന്ന് പറയും. മിനറൽ ഓയിൽ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്, പെട്രോളിയമാണ്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്ന ആരാണ്, പെട്രോളിയമാണ്. ഇനി ഇറ്റ് പ്രൊവൈഡ്സ് ഫ്യൂവൽ ഫോർ ഹീറ്റിംഗ് ആൻഡ് lighting, lubricants for machinery, raw materials for a number of manufacturing industries. അപ്പോൾ പലവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാണത്തിനൊക്കെ പെട്രോളിയം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ലൂബ്രിക്കൻറ്റുകളുടെ നിർമ്മാണത്തിന്, മെഷീനറീസിലെ ലൂബ്രിക്കൻറ്റുകൾ ഒക്കെ എന്താണ് ഈ ഒരു പെട്രോളിയം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്യൂവലായിട്ട് ലൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫ്യൂവലായിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്, പെട്രോളിയം ഉപയോഗിക്കാറുണ്ട്. പെട്രോളിയം റിഫൈനറീസ് ആക്ട് as a nodal industry. ഫോർ സിന്തറ്റിക് ടെക്സ്റ്റൈൽ,
ഫെർട്ടിലൈസർ ആൻഡ് ന്യൂമറസ് കെമിക്കൽ ഇൻഡസ്ട്രീസ്. അപ്പം ഇന്ത്യയിലെ പല നമ്മുടെ അല്ലെങ്കിൽ ഒരു ലോകത്തെ പല വ്യവസായങ്ങളെയും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പല വ്യവസായങ്ങളെയും കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പല വ്യവസായങ്ങളുടെ ഒരു നോഡൽ ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ ഒരു നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത് പെട്രോളിയം റിഫൈനറീസ് എന്ന് പറയുന്നത്. പെട്രോളിയം റിഫൈനറീസ്. മോസ്റ്റ് ഓഫ് ദ പെട്രോളിയം ഒക്കറൻസ് ഇൻ ഇന്ത്യ ആർ അസോസിയേറ്റഡ് വിത്ത് ആന്റിക്ലിൻസ് ആൻഡ് ഫോൾ ട്രാപ്സ് ഇൻ ദ റോക്സ് ഫോർമേഷൻ ഓഫ് ദ ടെറിഷറി ഏജ്. അതൊക്കെ നമ്മുടെ SCRT കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അത് നമുക്കൊരു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന രീതി നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കുറച്ച് ജോഗ്രഫിക്കൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയിരിക്കുന്നതാണ്. ഇൻ റീജിയൻസ് ഓഫ് ഫോൾഡിംഗ് വലിയ ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഇത് ഓയിൽ ബെറിംഗ് ലെയേഴ്സ്, പോറസ്, ലൈംസ്റ്റോൺ ആൻഡ് സാൻഡ്സ്റ്റോൺ. ഓക്കെ, പെട്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോകാന്നേ ഉള്ളൂ. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്, സ്ലൈഡിലൊന്ന് ആഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. നമുക്കിനി അടുത്തായിട്ട് വരേണ്ടത് പെട്രോളിയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയേ, ഈ പെട്രോളിയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് മിനറൽ ഓയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. അബൌട്ട് 63% ഓഫ് ഇന്ത്യാസ് പെട്രോളിയം പ്രൊഡക്ഷൻ ഈസ് ഫ്രം മുംബൈ ഹൈ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയത്തിൻ്റെ 63% എവിടെ നിന്ന് തന്നെയാണ്? മുംബൈ ഹൈയിൽ നിന്നാണ്. അതുപോലെ 18% ഗുജറാത്തിൽ നിന്നും 16% അസ്സാമിൽ നിന്നുമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനമായും പെട്രോളിയം ഉൽപ്പാദനം നടക്കുന്ന എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ പ്രധാനമായും പെട്രോളിയം ഉൽപ്പാദനം നടക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, അസ്സാമാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്രോളിയം ഉൽപ്പാദക കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? മുംബൈ ഹൈ ആണ്. നമ്മുടെ ആകെ ഉൽപ്പാദനത്തിന്റെ 63% എവിടെ നിന്നാണ്? മുംബൈ ഹൈയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 18% പെട്രോളിയം ഗുജറാത്തിൽ നിന്ന് ഖനനം ചെയ്യുന്നുണ്ട്. ഒരു 16% നമ്മുടെ ആകെ ഉൽപ്പാദനത്തിന്റെ 16% എന്ന് പറയുന്നത് എവിടെയാണ്? അസമിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പറയുന്നത്. അങ്കലേശ്വർ ആണ്. അങ്കലേശ്വർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീൽഡ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്രോളിയം ഫീൽഡ് എന്ന് പറയുന്നത് ഏതാണ്? അങ്കലേശ്വർ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് അങ്കലേശ്വർ. അസാമിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ എന്താണ് ഓൾഡസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്, എണ്ണ ഉൽപ്പാദനത്തിൽ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പാദനം നടക്കുന്ന ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അസ്സാമാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അസം ഈസ് ദ ഓൾഡസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അസം ഈസ് ദ ഓൾഡസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഓഫ് എന്താണ്? ഇന്ത്യ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത് ദിഗ്ബോയ് ആൻഡ് നഹർ കാട്ടിയ ആൻഡ് മോറൻ ഹഗ്രിജൻ ആർ ദ ഇമ്പോർട്ടൻറ്റ് ഓയിൽ ഫീൽഡ്സ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ദിഗ്ബോയ് ആണ് നമുക്ക് ഇവിടുന്ന് എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ദിഗ്ബോയ് എന്ന് പറയുന്നത് എവിടെയാണ്? അസമിലാണ്. ഓൾഡസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അസമാണ്. അപ്പോൾ ദിഗ്ബോയ് ഓയിൽ ഫീൽഡ് എന്ന് പറയുന്നത് എവിടെയാണ്? അസമിലാണ്. ദിഗ്ബോയ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. മറ്റു പ്രധാനപ്പെട്ട ഫീൽഡുകളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് പെട്രോളിയത്തിൻ്റെ നമ്മൾ വിശേഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഒരു മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണെന്ന് പറഞ്ഞു. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നു പറഞ്ഞു. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നു. അതുപോലെ റോക്ക് ഓയിൽ അഥവാ ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയമാണ് കേട്ടോ. റോക്ക് ഓയിൽ എന്നറിയപ്പെടുന്നു, മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നു. റോക്ക് ഓയിൽ അഥവാ ശിലാതൈലം എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രോളിയമാണ്. ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത്, ഫ്ലോയിങ് ഗോൾഡ് എന്നറിയപ്പെടുന്നത്, ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നതും പെട്രോളിയം തന്നെയാണ്. മിനറൽ ഓയിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. നോക്കിയേ എന്തൊക്കെ വിശേഷങ്ങളാണ് പറഞ്ഞെന്നുള്ളത്. റോക്ക് ഓയിൽ, ഫ്ലോയിങ് ഗോൾഡ്, മിനറൽ ഓയിൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പെട്രോളിയമാണ് അറിയപ്പെടുന്നത്. Petroleum is formed by the transformation of dead organisms such as algae, plants and bacteria when they are trapped inside the rocks. ഇപ്പം ജൈവാവശിഷ്ടങ്ങളൊക്കെ പാറകൾക്ക് ഇടയിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് പെട്രോളിയം അവിടെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പെട്രോളിയം നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത് പറയുന്നത്. പെട്രോളിയം ആ ഒരു വാക്കിലേക്ക് വരുമ്പം the term petroleum അല്ലെങ്കിൽ the word petroleum is derived from two Latin words petra and oleum. പെട്ര എന്ന വാക്കിന്റെ മീനിങ് ഇത്രയുള്ളൂ. പെട്ര മീൻസ് എന്താണ്? റോക്ക് ആണ്. റോക്ക് എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നും ഒലിയം മീൻസ് ഓയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് റോക്ക് ഓയിൽ എന്നൊരു യൂസേജ് വന്നിരിക്കുന്നത്. അപ്പം പെട്രോളിയം എന്ന വാക്കെന്ന് പറയുന്നത് രണ്ട് ലാറ്റിൻ വേർഡ്സ് കമ്പൈൻ ചെയ്താണ് ഫോം ചെയ്തിരിക്കുന്നത്. റോക്ക് എന്നർത്ഥം വരുന്ന ശില എന്നർത്ഥം വരുന്ന പെട്ര എന്ന വാക്കിൽ നിന്നും ഓയിൽ എന്നർത്ഥം വരുന്ന ഒലിയം എന്ന വാക്കും കൂടെ കൂടി ചേർന്നാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്, പെട്രോളിയം ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് റോക്ക് ഓയിൽ എന്നൊരു വിശേഷണം വന്നിരിക്കുന്നത്. റോക്ക് ഓയിൽ എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മൾ പഠിച്ചത്? പെട്രോളിയമാണ്. റോക്ക് ഓയിൽ എന്നറിയപ്പെടുന്ന ആരാണ്? പെട്രോളിയമാണ്.
ദ അൺപ്രോസസ്ഡ് ഫോം ഓഫ് ഫ്യൂവൽ ഒബ്റ്റൈൻഡ് ഫ്രം അണ്ടർഗ്രൗണ്ട്. അപ്പം നമ്മൾ ഭൂമിക്കടിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന പെട്രോളിയം അൺപ്രോസസ്ഡ് ഫ്യൂവലാണ് ആരെന്ന് പറയുന്നത് അൺപ്രോസസ്ഡ് പെട്രോളിയം ഫോം അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയും. ക്രൂഡ് ഓയിൽ. ദ അൺപ്രോസസ്ഡ് ഫോം ഓഫ് ഫ്യൂവൽ ഒബ്റ്റൈൻഡ് ഫ്രം അണ്ടർഗ്രൗണ്ട് ഈസ് കോൾഡ് എന്താണ് പെട്രോളിയമാണ്. പെട്രോളിയത്തിൽ തന്നെ പല കാര്യങ്ങൾ പല ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ദ പ്രോഡക്ട്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം പെട്രോളിയം ആർ പെട്രോൾ, ഡീസൽ, കെറോസിൻ, സിന്തറ്റിക് ഫൈബേഴ്സ്, സിന്തറ്റിക് റബ്ബേഴ്സ്, വാസ്ലൈൻ, ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ മറ്റു പല പ്രോഡക്റ്റുകളും നമുക്ക് ഈ പെട്രോളിയത്തെ നമ്മൾ റിഫൈൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദ പ്രോഡക്ട്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം പെട്രോളിയം ആർ പെട്രോൾ, ഡീസൽ, കെറോസിൻ, സിന്തറ്റിക് ഫൈബേഴ്സ്, സിന്തറ്റിക് റബ്ബേഴ്സ്, വാസ്ലൈൻ, ഫെർട്ടിലൈസേഴ്സ് എക്സെട്ര. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം എണ്ണപ്പാടം എന്ന് പറയുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് പെട്രോളിയം മൈൻ. ഇന്ത്യസ് ഫസ്റ്റ് പെട്രോളിയം മൈൻ ഏതാണ്? ദിഗ്ബോയ് ആണ്, അസമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണപ്പാടം എന്ന് പറയുന്നതാണ് ഇന്ത്യാസ് ഫസ്റ്റ് പെട്രോളിയം മൈൻ. ഇന്ത്യാസ് ഫസ്റ്റ് പെട്രോളിയം മൈൻ ഈസ് ദിഗ്ബോയ്, അസം. ഇനി കുറച്ച് GK റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യാസ് ലാർജസ്റ്റ് പെട്രോളിയം മൈൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം മൈൻ എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ്. ഏറ്റവും പഴയത് അല്ലെങ്കിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അസമിലെ ദിഗ്ബോയ് ആയിരുന്നു. ഇന്ത്യാസ് ലാർജസ്റ്റ് പെട്രോളിയം മൈൻ എന്ന് പറയുന്നത് ഏതാണ്? മുംബൈ ഹൈ ആണ്. നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യാസ് ലാർജസ്റ്റ് പെട്രോളിയം മൈൻ ഈസ് ഏതാണ്? മുംബൈ ഹൈ. ദ മൈൻ ദാറ്റ് ജവഹർലാൽ നെഹ്റു ഡിസ്ക്രൈബ്ഡ് as ദ ഫൗണ്ടൈൻ ഓഫ് പ്രോസ്പെറിറ്റി. അപ്പോൾ ഫൗണ്ടൈൻ ഓഫ് പ്രോസ്പെറിറ്റി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച പെട്രോളിയം മൈൻ എന്ന് പറയുന്നത് അങ്കലേശ്വറാണ്. ഗുജറാത്തിലെ അങ്കലേശ്വറാണ് ഫൗണ്ടൈൻ ഓഫ് പ്രോസ്പെറിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യാസ് ലാർജസ്റ്റ് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ONGC ആണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ്. ഇന്ത്യാസ് ലാർജസ്റ്റ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ONGC. ONGCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡെറാഡൂണിലാണ്. ONGCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ് ONGCയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ വന്നത് ONGC നിലവിൽ വന്നതെന്ന് പറയുന്നത് 1956 ഓഗസ്റ്റ് 14 ONGC നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നതാണ് 1956 ഓഗസ്റ്റ് 16 ONGC നിലവിൽ വന്നത്. India's largest natural gas resource is found. India's largest natural gas resource is found in Mumbai High. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, മുംബൈ ഹൈ ആണ് വരുന്നത്. ദ നെയിം പെട്രോളിയം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദ ടേം പെട്രോളിയം വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ജോർജ് ബൗർ ആണ്. പെട്രോളിയം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി എന്ന് പറയുന്ന ആരാണ്? ജോർജ് ബൗർ ആണ് പെട്രോളിയം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ടേം പെട്രോളിയം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, അല്ലെങ്കിൽ ദ ടേം പെട്രോളിയം വാസ് കോയിൻഡ് ബൈ ജോർജ് ബൗർ. ഈ പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപത്തെ നമ്മൾ വിളിക്കുന്ന പേര്, അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ജോർജ് ബൗറിന്റെ പോയിന്റ് ഓർത്തിരിക്കണം. പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേരാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയും. അൺറിഫൈൻഡ് ഫോം ഓഫ് പെട്രോളിയം ഈസ് കോൾഡ് എന്താണ്? ക്രൂഡ് ഓയിൽ. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് പെട്രോളിയം പ്രോഡക്ട്സ്, പെട്രോളിയത്തിൽ നിന്നും അതിൻ്റെ ഉൽപ്പന്നങ്ങളെ നമ്മൾ വേർതിരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അംശുക സ്വേദനം എന്ന് പറയും. പെട്രോളിയത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ, പെട്രോളിയത്തെ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ റിഫൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം എന്ന് പറയും. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് പെട്രോളിയം പ്രോഡക്ട്സ് അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് റിഫൈനിങ് പെട്രോളിയം ഈസ് കോൾഡ് എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അങ്ങനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രക്രിയ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പെട്രോൾ, നാഫ്ത, ഗ്രീസ്, പെട്രോളിയം ജെല്ലി, ബിറ്റുമിൻ, ഡീസൽ, ഇതൊക്കെയാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് ആ ഒരു പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓയിൽ ഫീൽഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓയിൽ ഫീൽഡ് നോക്കിയാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓയിൽ ഫീൽഡുകൾ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഓയിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ദിഗ്ബോയ് ആണ്. അസമിലാണ് ദിഗ്ബോയ് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നതാണ് നഹർ കാട്ടിയാണ് രണ്ടാമത്തെന്ന് പറയുന്നത്, അതും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് വരുന്നത്. അടുത്ത മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഓയിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്, മുംബൈ ഹൈ ആണ് വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ബാസിമാണ് വരുന്നത്, എവിടെയാണ്? അതും മഹാരാഷ്ട്ര കോസ്റ്റൽ ഏരിയയിലാണ് വരുന്നത്. പിന്നെ അങ്കലേശ്വർ ആണ് അടുത്ത പ്രധാനപ്പെട്ട. അങ്കലേശ്വർ എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ഓയിൽ ഫീൽഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് പെട്രോളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പെട്രോളിനെ കുറിച്ച് പറയുമ്പോൾ ഗ്യാസോലിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്യാസോലിൻ എന്നറിയപ്പെടുന്നത് പെട്രോളാണ് കേട്ടോ. ഗ്യാസോലിൻ എന്നറിയപ്പെടുന്ന ആരാണ്? പെട്രോളാണ്. ഗ്യാസോലിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? പെട്രോളാണ് ഗ്യാസോലിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പെട്രോളിന്റെ ഗുണമേന്മ പ്രസ്താവിക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത്. പെട്രോളിന്റെ ഗുണമേന്മ പ്രസ്താവിക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏത്? ഒക്ടേൻ നമ്പർ എന്നറിയപ്പെടുന്ന. പെട്രോളിന്റെ ഒരു ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി ഓഫ് പെട്രോളിന്റെ ഗുണമേന്മ അല്ലെങ്കിൽ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഏതാണ്? ഒക്ടേൻ നമ്പർ ആണ്. ഒക്ടേൻ നമ്പർ. അപ്പോൾ ഒക്ടേൻ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് പെട്രോളിനെ നമുക്ക് 3 ഗ്രേഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഹൈ ക്വാളിറ്റി പെട്രോൾ ഉണ്ട്, മീഡിയം ക്വാളിറ്റി പെട്രോൾ ഉണ്ട്, ലോ ക്വാളിറ്റി പെട്രോൾ ഉണ്ട്. അപ്പോൾ ഹൈ ക്വാളിറ്റി പെട്രോളിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത് 91 to 94 ആണ് ഹൈ ക്വാളിറ്റിയുടെ ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത്. മീഡിയം ക്വാളിറ്റി ആണെങ്കിൽ അതിന്റെ ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത് 86 to 90 ആണ് വരുന്നത്. ഇനി 86നേക്കാൾ കുറവാണെങ്കിൽ, ബിലോ 86 ആണെങ്കിൽ അത് ലോ ക്വാളിറ്റി പെട്രോൾ ആണ്. ഓർത്തിരിക്കുക, പെട്രോളിന്റെ ഗുണമേന്മ പ്രസ്താവിക്കുവാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത്. ഒക്ടേൻ നമ്പറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പെട്രോളിനെ നമുക്ക് 3 ഗ്രേഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൈ ക്വാളിറ്റി ഉണ്ട്, മീഡിയം ക്വാളിറ്റി ഉണ്ട്, ലോ ക്വാളിറ്റി ഉണ്ട്. ഹൈ ക്വാളിറ്റി ആണെങ്കിൽ അതിന്റെ ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത് 91 to 94 ആണ്. മീഡിയം ക്വാളിറ്റി ആണെങ്കിൽ ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത് 86 to 90 ആണ്. ലെസ് ദാൻ 86 ആണെങ്കിൽ ലോ ക്വാളിറ്റി പെട്രോൾ ആണ് വരുന്നത്. പിന്നെ അതുപോലെ പെട്രോളിലെ ആന്റി നോക്കിംഗ് ഏജന്റായി ആഡ് ചെയ്യുന്ന ലെഡ് സംയുക്തമാണ്, ലെഡ് കോമ്പൗണ്ട് ആണ് TEL അഥവാ ടെട്രാ ഈഥൈൽ ലെഡ് എന്ന് പറയുന്നത്. ടെട്രാ ഈഥൈൽ ലെഡ് അഥവാ എന്താണ്? TEL ആണ്. ആന്റി നോക്കിംഗ് ഏജന്റ് ആഡഡ് ടു പെട്രോൾ, ടെട്രാ ഈഥൈൽ ലെഡ്. അപ്പം ആന്റി നോക്കിംഗ് ഏജന്റായി ആഡ് ചെയ്യുന്ന ലെഡ് കോമ്പൗണ്ട് ആണ് TEL അഥവാ ടെട്രാ ഈഥൈൽ ലെഡ്. ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് നേരത്തെ വന്നിട്ടുള്ളതാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോണം. ഒക്ടേൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്ടേൻ നമ്പറിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ഡീസലിലേക്കാണ് വരുന്നത്. ഡീസലിനെ കുറിച്ച് പറയുമ്പോൾ ഹൈഡ്രോ കാർബൺ ലിക്വിഡ് ഒബ്റ്റൈൻഡ് ബൈ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എന്താണ്? പെട്രോളിയം ആണ്. അതുപോലെ തന്നെ ഗുഡ് ഫ്യൂവൽ ഇൻ വാഹനങ്ങൾ ഉപയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും എന്താണ്? ഹെവി വെഹിക്കിൾസിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ ആണെന്ന് പറയുന്നത് ഡീസൽ എന്ന് പറയുന്നത്. During the combustion, various toxic gases like sulfur dioxide are emitted. അപ്പോൾ ഡീസൽ ജ്വലിക്കുന്നതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഡീസൽ കത്തുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഡീസൽ കത്തുന്നതിന്റെ ഫലമായിട്ട് അവിടെ പല ടോക്സിക് ഗ്യാസുകളുടെ എമിഷൻ സംഭവിക്കുന്നുണ്ട്. സൾഫർ ഡയോക്സൈഡിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കാർസിനോജനിക് ആണ്. ലങ് ക്യാൻസറിനും മറ്റ് ശ്വാസകോശ രോഗങ്ങൾക്കുമൊക്കെ കാരണമാകുന്ന ഒരു വാതകമാണ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. സൾഫർ ഡയോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഓക്കെ, സൾഫർ ഡയോക്സൈഡ് ഈസ് നോട്ട് ഗുഡ് ഫോർ എൻവയോൺമെന്റ് ആസ് വെൽ ആസ് ഹ്യൂമൻ ബോഡി. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ശ്വാസകോശത്തിനെയൊക്കെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി അൾട്രാ ലോ സൾഫർ ഡീസൽ. അപ്പോൾ ഈ ഒരു ഡീസലിൻ്റെ തന്നെ ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഡീസലിൻ്റെ തന്നെ ഒരു കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റിയാണ്, സൾഫർ കണ്ടന്റ് വളരെ കുറവുള്ളതെന്ന് പറയുന്നത്. അൾട്രാ ലോ സൾഫർ ഡീസൽ അഥവാ ULSD അല്ലെങ്കിൽ സിറ്റി ഡീസൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഇസ് പ്യൂറസ്റ്റ് ഫോം ഓഫ് ഡീസൽ എന്ന് പറയുന്നത് ആരാണ്? പ്യൂറസ്റ്റ് ഫോം ഓഫ് ഡീസൽ എന്ന് പറയുന്നത് അൾട്രാ ലോ സൾഫർ ഡീസലാണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് ഡീസൽ എന്ന് പറയുന്നത്. ഇനി അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് വെരി ലോ സൾഫർ ഈസ് പ്രസന്റ് ഇൻ ULSD എന്ന് പറയാം. ഫ്രീക്വൻലി യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ യൂറോപ്യൻ സിറ്റീസ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സൾഫർ കണ്ടന്റ് കുറഞ്ഞ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോമാണ്. സൾഫർ കണ്ടന്റ് കുറഞ്ഞ ഡീസൽ ആണ് യൂസ് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ ഡീസലിന്റെ ഒരു ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് സീറ്റൈൻ നമ്പർ എന്ന് പറയും. ഡീസലിന്റെ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത്.
ആൽക്കൈൽ നൈട്രേറ്റ്സ് ആർ യൂസ്ഡ് as additives to raise the cetane number. ഡീസലിന്റെ ഗുണമേന്മ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആൽക്കൈൽ നൈട്രേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ആൽക്കൈൽ നൈട്രേറ്റുകൾ ആഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ സീറ്റൈൻ നമ്പർ എന്ത് ചെയ്യും? സീറ്റൈൻ നമ്പർ ഇൻക്രീസ് ചെയ്യും. ആൽക്കൈൽ നൈട്രേറ്റ്സ് ആർ യൂസ്ഡ് as additives, ഡീസൽ അഡിറ്റീവ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? സീറ്റൈൻ നമ്പർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണ്. അടുത്തത് അസ്ഫാൾട്ടാണ് വരുന്നത്. അസ്ഫാൾട്ടിൻ്റെ ബയോ അസ്ഫാൾട്ടാണ്. നമ്മുടെ ടാറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് വരുന്നത്. അസ്ഫാൾട്ട് ഇസ് എ ബ്ലാക്ക് ഹൈലി വിസ്കസ് ഹൈഡ്രോ കാർബൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പെട്രോളിയം ഡിസ്റ്റിലേഷൻ. പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് അസ്ഫാൾട്ട് എന്ന് പറയുന്നത്. ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിലുള്ള സാധനമാണ്. റോഡ് കൺസ്ട്രക്ഷനാണ് മെയിനായിട്ട് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നതാണ്. റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂസ്ഡ് ആസ് ഗ്ലൂ ഓർ ബൈൻഡർ മിക്സ്ഡ് വിത്ത് അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മുടെ ഈ സാൻഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ റോക്ക് പാർട്ടിക്കിൾസുമായിട്ട് അതിനെ ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബൈൻഡർ ആയിട്ടാണ് റോഡ് കൺസ്ട്രക്ഷനിൽ ഇതിനെ യൂസ് ചെയ്യുന്നത് പറയുന്നത്. ബയോ അസ്ഫാൾട്ട് ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് ഓഫ് asphalt made from other resources. മറ്റ് ബയോ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ബയോ അസ്ഫാൾട്ട് ഫോം ചെയ്യാം. അങ്ങനെ ഷുഗർ ഇൻഡസ്ട്രി, ഷുഗർ, അതുപോലെ റൈസ്, കോൺ, പൊട്ടറ്റോ സ്റ്റാർച്ച്, ഗം, ലാറ്റക്സ്, വെജിറ്റബിൾ ഓയിൽ, സെല്ലോസ്, ഇങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ ഫോം ചെയ്യുന്നതാണ് ബയോ അസ്ഫാൾട്ട് എന്ന് പറയുന്നത്. ബയോ അസ്ഫാൾട്ട് എന്ന് പറയുന്നത് എന്താണ് പറയുക, കുറച്ചുകൂടെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് ബയോ അസ്ഫാൾട്ട് എന്ന് പറയുന്നത്. Okay, it is eco-friendly and used in the road construction. It is eco-friendly and used in the road construction. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗേഷ്യസ് ഫ്യൂവൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വാതക ഇന്ധനങ്ങളെ കുറിച്ചാണ് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഗേഷ്യസ് ഫ്യൂവൽസിലേക്ക് വരുമ്പോഴത്തേക്ക് വാതക ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് പല ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ ഗ്യാസ് ഒബ്റ്റൈൻഡ് അലോങ് വിത്ത് പെട്രോളിയം, അല്ലെങ്കിൽ ഗേഷ്യസ് ഫ്യൂവൽസ് ആർ ദ ഫ്യൂവൽസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ നാച്ചുറൽ ഗ്യാസ് ഒബ്റ്റൈൻഡ് അലോങ് വിത്ത് പെട്രോളിയം. ഇപ്പോൾ പെട്രോളിയം ഖനനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ റോക്സിലൊക്കെ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന വാതകങ്ങളുണ്ടല്ലോ, ഈ വാതകങ്ങളിൽ നിന്നുമാണ് നമ്മൾ എന്തിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? വാതക ഇന്ധനങ്ങൾ നമ്മൾ വേർതിരിച്ചെടുക്കുന്നതെന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ LPG, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാതക ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ LNG, CNG, LNG എന്ന് പറയുന്നത് NG എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനകത്ത് ഒരുപാട് കൂടിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. NG മീൻസ് എന്താണ്? നാച്ചുറൽ ഗ്യാസ് ആണ്. NG എന്നറിയപ്പെടുന്നത് എന്താണ്? നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് LNG എന്ന് പറയുന്നത്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് LNG എന്ന് പറയുന്നത്. എന്നാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് CNG എന്നറിയപ്പെടുന്നത്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ആരെന്ന് പറയുന്നത്? CNG എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ഗ്യാസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത്, മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ആരാണ്? മീഥേൻ ആണ്. നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറയുന്ന ആരാണ്? മീഥേൻ ആണ്. നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറയുന്ന ആരാണ്? മീഥേൻ ആണ്. ഓർത്തിരിക്കുക, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്ന ആരാണ്? മീഥേൻ ആണ്. ചതുപ്പ് വാതകം അഥവാ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നതാണ്. ചതുപ്പ് വാതകം അഥവാ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മീഥേൻ ആണ്. കേട്ടോ, ആ രണ്ട് പോയിന്റ്സും പ്രീവിയസ് ആണ്. നാച്ചുറൽ ഗ്യാസിലെ അല്ലെങ്കിൽ ബയോ ഗ്യാസിലെ പ്രധാന ഘടകം എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നതെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതെല്ലാം എന്ത് നമുക്ക് പറയാം? മീഥേൻ ആണ് വരുന്നത്, മീഥേൻ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയാൽ നിങ്ങൾ LNG and CNG are mainly used as fuel in vehicles, industrial plants and thermal power stations. അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. Used as fuel in vehicles, industrial plants, thermal power stations, etc. അപ്പോൾ പഠനം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.